വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ കാട്ടുപന്നിയെ പിടികൂടാൻ ഒരുക്കിയ കെണിയിൽ നിന്നും ഷോക്കേറ്റ് മണലിപ്പാടം സ്വദേശി മരിച്ചു. 47 വയസ്സുള്ള അബ്ദുൾ ഷെരീഫാണ് മരിച്ചത്. ദേശീയപാത മണത്തല ഐനപ്പുള്ളിയിൽ കാർ ഡിവൈഡറിലിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മണലി മടവാക്കര റോഡിൽ ലോറി മറിഞ്ഞ അപകടം. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ ലോറിയാണ് മറയുന്നത്. അപകടങ്ങൾക്കിടയാക്കുന്നത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം. നിയമലംഘനം നടത്തി മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. മുനമ്പം സ്വദേശിയുടെ ബോട്ടാണ് പിടികൂടിയത്. 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കി. കുറുമാലിപ്പുഴയ്ക്ക് സമീപത്തെ ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസിന്റെ തകരാർ പരിഹരിച്ചില്ല. വെള്ളമെത്താത്തതിനാൽ കൃഷി ഇറക്കാനാകാതെ കർഷകർ. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരണം. വിരുപ്പാക്ക മണലിപ്പാടം സ്വദേശി നടുത്തറ വീട്ടിൽ അബ്ദുൾ ഷെരീഫാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. മണലിപ്പാടം പാറ്റപ്പുറത്ത് ഉണ്ണിയാൻകുട്ടിയുടെ തെങ്ങിൻ പറമ്പിലാണ് ഷെരീഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പറമ്പിലെ ചാലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. മുകളിലുള്ള വൈദ്യുതി കമ്പിയിൽ തോട്ടിവെച്ച് കെണി ഒരുക്കുന്നതിനിടെയാണ് അപകടം എന്ന് കരുതുന്നു. കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ ആളുകളാണ് ഷെരീഫ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. KSEB പുന്നമ്പറമ്പ് സെക്ഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ദേശീയപാത മണത്തല ഐനപ്പുള്ളിയിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട കാർ ദേശീയപാത താൽക്കാലിക ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ബിജോയ്, സഹോദരി ഷീബയുടെ മകൾ അന്ന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു ഇവർ. പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി നിർമ്മിച്ച ഡിവൈഡറിലാണ് കാർ ഇടിച്ചത്. അടുത്തിടെ നിരവധി അപകടങ്ങളാണ് ഇവിടെ മാത്രം ഉണ്ടായിട്ടുള്ളത്. ദേശീയപാത മണലിയിൽ വീണ്ടും ലോറി മറിഞ്ഞു. മണലിയിൽ നിന്നും മടവാക്കര റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ലോറി മറിഞ്ഞത്. കോട്ടയത്ത് നിന്നും ആക്രി സാധനങ്ങളുമായി കഞ്ചിക്കോട്ടേക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗത്തെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണം. ഈ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് രൂപപ്പെട്ട ഗർത്തത്തിൽ വീണാണ് വാഹനങ്ങൾ മറിയുന്നത്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ടോൾ ഒഴിവാക്കി പോകുന്നതിനായി ഉപയോഗിക്കുന്ന പാതയാണിത്. ചാലക്കുടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് തിരിയാൻ സ്ഥലമില്ലാത്തതും അപകടത്തിനിടയാക്കുന്നുണ്ട്. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ ലോറിയാണ് ഇവിടെ മറിയുന്നത്. കുത്തനെയുള്ള ഇറക്കവും വളവുമുള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ അപകടങ്ങൾ പതിവാവുകയാണ്. മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗം വീതി കൂട്ടി നിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. നിയമലംഘനം നടത്തി മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. എറണാകുളം മുനമ്പം സ്വദേശി രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള സഞ്ജു എന്ന മത്സ്യബന്ധന ബോട്ടാണ് ചെറു മത്സ്യങ്ങളെ പിടിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തത്. 12 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 7500 കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ബോട്ടിലുണ്ടായിരുന്നത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബോട്ട് പിടിച്ചെടുത്തത്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ 2.5 ലക്ഷം രൂപ സർക്കാരിലേക്ക് ഈടാക്കുകയും ഉപയോഗയോഗ്യമായ 44,000 രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിക്കുകയും ചെയ്തു. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. AFEO സനം ഗോപാൽ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ, സി റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ, ഷിഹാബ്, സാങ്ക് ദേവസി, എഞ്ചിൻ ഡ്രൈവർ ഫിലിക്സ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. നിരോധിത വലകൾ ഉപയോഗിച്ചാണ് ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നത്. ഇപ്രകാരം ചെയ്യുന്നത് പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഭീഷണിയുമാണ്. മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളിലേക്കാണ് വ്യാപകമായി ചെറു മത്സ്യങ്ങൾ കയറ്റിപ്പോകുന്നത്. ഇത്തരം അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു.
കുറുമാലിപ്പുഴയ്ക്ക് സമീപത്തെ ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസിന്റെ തകരാർ പരിഹരിച്ചില്ല. ആശങ്കയൊഴിയാതെ കർഷകർ. വെള്ളമെത്താത്തതിനാൽ കൃഷിയിറക്കാനാകാത്ത സ്ഥിതിയിലാണ് മങ്ങാട്ടുപാടത്തെയും കൊളക്കാട്ടുപാടത്തെയും കർഷകർ. കാലങ്ങളായി കാനത്തോട്ടിലെ സ്ലൂയിസ് തകരാറിലായതിനാൽ മണൽചാക്കുകൾ നിറച്ച് താൽക്കാലിക പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനിടെ വെള്ളമെത്താതെ 5 ഏക്കർ കൃഷിഭൂമി തരിശായി മാറിയിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാൻ വൈകിയതോടെയാണ് 5 ഏക്കർ തരിശായത്. കൃഷിയിറക്കിയ ഭാഗങ്ങളെല്ലാം വെള്ളമില്ലാതെ വരണ്ടു തുടങ്ങി. താൽക്കാലിക തടയണ ഒരു മഴ പോലും താങ്ങാൻ ശേഷിയില്ലാത്തതാണെന്ന് കർഷകർ പറയുന്നു. മണൽചാക്ക് നിരത്തിയതിനാൽ കാനത്തോടിന്റെ വീതി കുറയുകയും സ്ലൂയിസിന്റെ കിഴക്ക് ഭാഗത്ത് തോടിന്റെ വശം തകരാൻ ഇടയാകുമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ കെ അനീഷ് കുമാർ പറയുന്നു. കൃഷിക്ക് വെള്ളം കിട്ടാത്തതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് പല പാടങ്ങളും വരണ്ട് ഉണങ്ങിയിരുന്നു. താൽക്കാലികമായി മണൽച്ചാക്കിട്ട് പൂർത്തീകരിക്കുന്ന സ്ലൂയിസിന്റെ ഒരു ദൗത്യത്തിലേക്ക് സ്ലൂയിസിനെ എത്തിക്കുന്ന ഒരു പണി മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് പരിഹരിക്കാൻ ഇത്രയും വൈകിയതിന്റെ പുറത്ത് 5 ഏക്കർ കൃഷിഭൂമി തരിശായി മാറിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടിട്ട ഞാറൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ബാക്കി വരുന്ന പ്രദേശങ്ങളെങ്കിലും, അതായത് 5 ഏക്കർ ഒഴികെ മങ്ങാട്ടുപാടത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ ഉണങ്ങിയ കൃഷിഭൂമിനെ തിരിച്ചെത്തിക്കാൻ പറ്റുമെന്നാണ് ഒരു ആശ്വാസമായിട്ട് നിൽക്കുന്നത്. 3 മാസത്തിനകം സ്ലൂയിസിന്റെ പണി പൂർത്തിയാക്കുമെന്ന് മൈനർ ഇറിഗേഷൻ തൃശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിനിടെ താൽക്കാലിക സ്ലൂയിസ് വീണ്ടും തകർന്നാൽ ചെങ്ങാലൂർ, നന്ദിപുലം പ്രദേശങ്ങളിലെ 40 ഹെക്ടർ നെൽകൃഷി പ്രതിസന്ധിയിലാകും. കൂടാതെ കൃഷിക്കും കുടിവെള്ളത്തിനും ആശ്രയമായ ഉറാക്കുളം പദ്ധതിയിൽ നിന്നുള്ള പമ്പിങ്ങും മുടങ്ങും. വർഷങ്ങളായി ശോച്യാവസ്ഥയിലുള്ള സ്ലൂയിസ് ഇത്തവണയെങ്കിലും പുനർനിർമ്മിച്ച് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. TCV ന്യൂസ്, പുതുക്കാട്. മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് പള്ളിയുടെ പുറത്തുവെച്ച മെഴുകുതിരിയിൽ നിന്നും തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പള്ളിപ്പുറം കാച്ചപ്പിള്ളി മത്തായിയുടെ ഭാര്യ 70 വയസ്സുള്ള സിസിലിയാണ് മരിച്ചത്. പള്ളിക്ക് പുറത്ത് മെഴുകുതിരികൾ കത്തിച്ചു വെക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഇവരുടെ വസ്ത്രത്തിലേക്ക് തീ പടർന്നത്. 70% പൊള്ളലേറ്റ സിസിലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. വയനാട് MP-ആയി പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കേരള തനിമയുള്ള സാരി അണിഞ്ഞാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്തത്. വയനാട്ടിൽ നിന്നുള്ള UDF പ്രതിനിധി സംഘം പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ഈ മാസം 30-ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തും. सच्ची श्रद्धा और निष्ठा रखूंगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगी तथा जिस पद को मैं ग्रहण करने वाली हूं उसके कर्तव्यों का श्रद्धा पूर्वक निर्वहन करूंगी। जय हिंद। അങ്കണവാടികളുടെ നിർമ്മാണത്തിനും നിരക്കിനും ഏകീകൃത രീതിയില്ല. തുക പല വിധത്തിൽ ചെലവഴിക്കുന്നു. സാധാരണ കരാറുകൾ ഈടാക്കുന്നതിനേക്കാൾ കൂടിയ നിരക്കാണ് നിർമ്മാണത്തിന് അനുവദിച്ചു നൽകുന്നത്. കുഴൂർ പഞ്ചായത്തിലെ വയലാറിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ 27.65 ലക്ഷം രൂപ അടങ്കൽ തുക നിശ്ചയിച്ച അംഗൻവാടി കെട്ടിടം 21 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 782 ചതുരശ്രയടി വിസ്തീർണത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന് ഇലക്ട്രിക്കൽ പണികൾക്ക് കുഴൂർ പഞ്ചായത്ത് പദ്ധതിയിൽ 75,364 രൂപ കൂടി ചെലവഴിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ പണികളടക്കം ചതുരശ്രയടിക്ക് 2,781 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. റീബിൽഡ് കേരളയുടെ പദ്ധതി ICDS നേരിട്ടാണ് നിർമ്മാണം നടത്തിയത്. പൊയ്യ പഞ്ചായത്തിലെ മണലിക്കാട് MP ഫണ്ടിൽ 12.20 ലക്ഷം രൂപയുടെ പദ്ധതിയിലാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് പണികൾക്ക് 1 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 366 ചതുരശ്രയടി വിസ്തീർണത്തിൽ കെട്ടിട നിർമ്മാണത്തിന് 10.02 ലക്ഷം രൂപയാണ് കരാറുകാരന് നൽകിയിട്ടുള്ളത്. ഇലക്ട്രിക് ജോലികളടക്കം ചതുരശ്രയടിക്ക് 3000 രൂപയാണ് ചെലവ് വരുന്നത്. ലൈഫ് പദ്ധതിയിൽ 450 ചതുരശ്രയടി വീട് നിർമ്മാണത്തിന് 4 ലക്ഷം നൽകുന്ന സ്ഥാനത്താണ് 366 ചതുരശ്രയടിക്ക് ഇലക്ട്രിക്കൽ പണികൾ കൂടാതെ 10 ലക്ഷം ചെലവാക്കുന്നത്. നിർമ്മാണത്തിന് കൃത്യമായ ഒരേ മാനദണ്ഡങ്ങൾ ഇല്ലെന്നും ലഭ്യമാകുന്ന ഫണ്ട് അനുസരിച്ചാണ് സൗകര്യങ്ങൾ ഒരുക്കി പദ്ധതി നടപ്പാക്കുന്നത് എന്നുമാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വിശദീകരണം. TCV ന്യൂസ്, മാള. അച്ഛന്റെ ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്ന സഹപാഠിയുടെ കണ്ണീരൊപ്പാൻ കമ്മൽ ഊരി നൽകി 9ാം ക്ലാസ് വിദ്യാർത്ഥിനി.
ഗുരുതരമായ കരൾ രോഗം ബാധിച്ച കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശി ചെറുവുള്ളിൽ രാജുവിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന രാജുവിന്റെ മകളുടെ വിഷമം കണ്ടറിഞ്ഞ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സാറ താൻ അണിഞ്ഞിരുന്ന സ്വർണ്ണ കമ്മൽ ചികിത്സാ ചെലവിലേക്കായി നൽകാൻ സന്നദ്ധയാവുകയും ഇക്കാര്യം സ്കൂൾ അധികൃതരെ അറിയിക്കുകയുമായിരുന്നു. സ്കൂളിൽ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക ഷൈനി ആൻഡോയ്ക്ക് ഫാത്തിമ സാറ കമ്മൽ കൈമാറി. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ നവാസ് പടുവിങ്ങൻ, സീനിയർ അസിസ്റ്റന്റ് ഏലിയാമ്മ, സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മേപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി ഗീതാ റാണിയുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് AR ശ്രീകുമാർ, സംസ്ഥാന സമിതി അംഗം TB സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏകാദശിയോടനുബന്ധിച്ച് ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂരിൽ തുടരുന്നു. ഇതോടനുബന്ധിച്ചുള്ള വിശേഷാൽ കച്ചേരികൾക്കും തുടക്കമായി. ഇന്നലെ സുധാ രഘുനാഥന്റെയും സന്ദീപ് നാരായണന്റെയും കച്ചേരിയും U രാജേഷിന്റെ മാൻഡലിൻ കച്ചേരിയും അരങ്ങേറി. ഇന്ന് വൈകിട്ട് ഐശ്വര്യ വിദ്യ രഘുനാഥ്, ഭരത് സുന്ദർ എന്നിവരുടെ കച്ചേരിയും ഉണ്ടാകും. രാത്രി 8 മുതൽ 9 വരെ ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര കലാനിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കൃഷ്ണനാട്ടം പദക്കച്ചേരിയും ഉണ്ടാകും. ആര്യമ്പാടം സെന്ററിന് സമീപം റോഡിലെ വേഗതാ നിയന്ത്രണ ബോർഡ് എടുത്തുമാറ്റുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി പരാതി. എരുമപ്പെട്ടി മങ്ങാട് മുളങ്കുന്നത്തുകാവ് റോഡും കേച്ചേരി വേലൂർ കുറാഞ്ചേരി റോഡും സംഗമിക്കുന്ന സ്ഥലമാണ് ആര്യമ്പാടം സെന്റർ. കേച്ചേരി കുറാഞ്ചേരി റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് മങ്ങാട് മുളങ്കുന്നത്തുകാവ് റോഡിലൂടെ സെന്ററിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല. റോഡ് പുതിയതായതിനാൽ അതിവേഗത്തിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനാണ് റോഡിൽ സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് എടുത്തു മാറ്റുന്നതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ദേശീയപാതയിൽ ചാലക്കുടി മുരിങ്ങൂരിൽ അടിപ്പാത പണിയുന്നതുമായി ബന്ധപ്പെട്ട് മണ്ണ് പരിശോധിക്കാനായി പൈലിംഗ് ആരംഭിച്ചു. എന്നാൽ ദേശീയപാതയുടെ മധ്യത്തിൽ മണ്ണെടുക്കാനുള്ള ശ്രമം നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് തടഞ്ഞു. ഇതേ തുടർന്ന് തിരികെ പോയ ഉദ്യോഗസ്ഥർ വീണ്ടും എത്തിയപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ പ്രവർത്തകർ രംഗത്തെത്തി. ഒടുവിൽ പരിശോധനയ്ക്കായുള്ള മണ്ണെടുക്കൽ മീഡിയന് സമീപത്തേക്ക് മാറ്റാമെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിച്ചു. ഇതോടെ നാട്ടുകാർ പിൻവാങ്ങി. പിന്നീട് ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പൈലിംഗിന് ശേഷം കുഴി അടയ്ക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ അവകാശം എന്ന സന്ദേശവുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. മുതിർന്ന പരിഷത്ത് പ്രവർത്തകൻ KM ബേബി അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ ലിസി കടയ്ക്കൽ, പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ്, അജിത പടാരിൽ, സുധീർ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള NGO യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ ജനറൽ ബോഡി നടന്നു. ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് റാഫി PA അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P വരദൻ, ഏരിയ സെക്രട്ടറി AS സുമേഷ്, C ആനന്ദ്, PS പ്രേംദാസ്, KR ഷാബിമോൻ എന്നിവർ നേതൃത്വം നൽകി. കൊടകര പഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. കില റിസർച്ച് അസോസിയേറ്റ് കോർഡിനേറ്റർ KU സുകന്യ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കില തീമാറ്റിക് എക്സ്പോർട്ട് ധന്യ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദിവ്യ ഷാജു, ജോയ് നെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു. വാർഡംഗം സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, ഹെഡ്മിസ്ട്രസ് KM ശ്രീജാഭായ്, PTA പ്രസിഡന്റ് OV ഷനോജ്, PTA വൈസ് പ്രസിഡന്റ് TG കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മാപ്പിളപ്പാട്ട് കുട്ടികൾ മത്സരിക്കുന്നു. ഇന്നാണ് നമുക്ക് കൂടുതൽ മലയാളം പദ്യം
കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് താന്യം പഞ്ചായത്ത് ജനകീയ ആസൂത്രണം പദ്ധതി പ്രകാരം പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പച്ചക്കറിക്ക് ധനസഹായം, വളം, തെങ്ങിന് വളം, വാഴയ്ക്ക് വളം, അങ്ങനെ കുറേയേറെ പദ്ധതികൾ എല്ലാ വർഷവും നമ്മൾ പദ്ധതിയിൽ ഒരു വിഹിതം തന്നെ കൃഷിക്കായിട്ട് മാറ്റിവെക്കാറുണ്ട്. കർഷകരെ ഉയർത്തിക്കൊണ്ടുവരിക. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇരട്ട കിരീടവുമായി ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ. LP വിഭാഗം ജനറൽ 1ാം സ്ഥാനം, LP വിഭാഗം അറബിക് കലോത്സവം 1ാം സ്ഥാനം എന്നിവ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ കരസ്ഥമാക്കി. സ്കൂളിൽ നിന്നും ആരംഭിച്ച വിജയാഹ്ലാദ പ്രകടനം ചെറുതുരുത്തിയിൽ സമാപിച്ചു. പ്രധാന അധ്യാപകൻ PK മോഹനൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീനിയർ അധ്യാപിക ശാലിനി KM അധ്യക്ഷത വഹിച്ചു. AA അബ്ദുൾ ഗഫൂർ, കവിത TA, രജനി NA, പ്രസീത S, ഷാഹിൻ CS, സൂര്യ MS എന്നിവർ സംസാരിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിലെ 1987-88 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പ്രസിഡന്റ് സോണി ജോർജ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ഹരികുമാർ നാരായണപിള്ള, ജോയിന്റ് സെക്രട്ടറി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിങ്ങും ഇന്നർ വീൽ ക്ലബും KSSPU സെന്റേഴ്സ് യൂണിറ്റ് വനിതാവേദിയും സംയുക്തമായി സ്ത്രീകളും മാനസികാരോഗ്യ സംരക്ഷണവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. KSSPU സെൻട്രൽ യൂണിറ്റ് പ്രസിഡന്റ് അന്നമ്മ ബെന്നി അധ്യക്ഷയായി. ഇന്നർ വീൽ ക്ലബ് പ്രസിഡന്റ് മിനി മോൻസി, ചേംബർ ഓഫ് കൊമേഴ്സ് ജില്ലാ സെക്രട്ടറി MK പോൾസൺ, മിനി പോൾ, MK സുകുമാരൻ, CD ലൂസി, PI ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318Dയുടെ ക്ലോത്ത് ബാങ്ക് പ്രോജക്ടിന്റെ ഭാഗമായി വസ്ത്രങ്ങൾ കൈമാറി. തിരുവില്ലാമല ലയൺസ് ക്ലബ് നൽകിയ പുതിയ വസ്ത്രങ്ങളുടെ ഒരു ഭാഗമാണ് ചൂലൂർ യോഗിനി മാതാ ബാലികാ സദനത്തിലേക്ക് നൽകിയത്. ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ ആരംഭത്തിന്റെ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ AV അശോകൻ, യോഗിനി മാതാ കേന്ദ്രം ജോയിന്റ് സെക്രട്ടറി MR സുനിൽകുമാർ, CB സുനിൽകുമാർ, KP പ്രവീൺജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ SBI തൃശൂർ കിഴക്കേക്കോട്ട റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം A സിയായുദ്ദീൻ ധർണ ഉദ്ഘാടനം ചെയ്തു. SBI അഖിലേന്ത്യാ പ്രസിഡന്റ് അമൽ രവി അധ്യക്ഷത വഹിച്ചു. സ്ഥലമാറ്റങ്ങൾക്ക് സുതാര്യമായ നയം രൂപീകരിക്കുക, ട്രാൻസ്ഫർ വിഷയത്തിലെ അനീതി അവസാനിപ്പിക്കുക, യൂണിഫോം ട്രാൻസ്ഫർ പോളിസി കൃത്യമായി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ബെഫി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജി ഒ വർഗീസ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജെറിൻ K ജോൺ, SBI EF അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി C ജയരാജൻ, AKBRF ജില്ലാ സെക്രട്ടറി PK വിപിൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് തുടക്കമായി. ഫോട്ടോഗ്രഫി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് നിർവഹിച്ചു. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ, കുന്നംകുളം മേഖലാ പ്രസിഡന്റ് MJ സിജോ, ജില്ലാ വൈസ് പ്രസിഡന്റ് ലിജോ ജോസഫ്, മേഖലാ വൈസ് പ്രസിഡന്റ് PY റാഫി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7065 രൂപ.
പവന് 56,520 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,185 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ കാട്ടുപന്നിയെ പിടികൂടാൻ ഒരുക്കിയ കെണിയിൽ നിന്നും ഷോക്കേറ്റ് മണലിപ്പാടം സ്വദേശി മരിച്ചു. 47 വയസ്സുള്ള അബ്ദുൾ ഷെരീഫാണ് മരിച്ചത്. ദേശീയപാത മണത്തല അയിനപ്പുള്ളിയിൽ കാർ ഡിവൈഡറിലിടിച്ച് അപകടം, 3 പേർക്ക് പരിക്കേറ്റു. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മണലി മടവാക്കര റോഡിൽ ലോറി മറിഞ്ഞ അപകടം. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ ലോറിയാണ് മറിയുന്നത്. അപകടങ്ങൾക്കിടയാക്കുന്നത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം. നിയമലംഘനം നടത്തി മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. മുനമ്പം സ്വദേശിയുടെ ബോട്ടാണ് പിടികൂടിയത്. 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കി. കുറുമാലിപ്പുഴയ്ക്ക് സമീപത്തെ ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസിന്റെ തകരാർ പരിഹരിച്ചില്ല. വെള്ളമെത്താത്തതിനാൽ കൃഷിയിറക്കാനാകാതെ കർഷകർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.